DP കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടുക്കപ്പം ഉണ്ടാക്കാം. അതിനു വേണ്ട സാധനങ്ങൾ ഓരോന്നായി പറയാം. കുറച്ച് മല്ലിയില, പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് വേവിച്ച് എല്ലുമാറ്റിയ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എത്ര ചിക്കനാണ് നിങ്ങൾക്ക് വേണ്ടത് അത്ര ചിക്കൻ എടുക്കാവുന്നതാണ്. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. മസാല ശരിക്കും പിടിക്കുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് പുതിന മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇത് എല്ലാവരുടെയും വീട്ടിൽ ചപ്പാത്തിയും ദോശയും ബാക്കി വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പ പലഹാരമാണ്. വൈകുന്നേരമാകുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി കഴിക്കുകയും ചെയ്യാം. ഇത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയ മസാലയാണ്. ഇത് മാറ്റി വയ്ക്കാം. ഇത് ചപ്പാത്തിയാണ്. ഇതുപോലെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന ഒന്ന് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ചൂടാവുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ബാക്കി ദോശയും ചപ്പാത്തിയും കളയാതെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം.
ഇത് കഴിക്കാൻ നല്ല സ്വാദ് തന്നെയാണ്. രാവിലെ ഉണ്ടാക്കിയ ദോശയും ചപ്പാത്തിയും തണുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം ഇഷ്ടപ്പെടില്ല. ഇത് 2 മുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് 2 നുള്ളു ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയെടുത്തതാണ്. ഇതിലേക്ക് നമ്മുടെ ചപ്പാത്തി മുക്കി ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മളുണ്ടാക്കിയ ചിക്കനിൻ്റെ കൂട്ട് പരത്തി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വീട്ടിലുള്ളവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. ഇനി അതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തി എടുത്ത് മുക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ കൈവശമുള്ള ചപ്പാത്തിയെല്ലാം മുക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം. ചിക്കൻ ഇഷ്ടപ്പെടാത്തവർ മുട്ടയോ പനീറോ വെജിറ്റബിളോ എന്താണ് അവനവന് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബാക്കി വരുന്ന മുട്ട ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ ബാക്കി വന്ന ദോശയും ചപ്പാത്തിയുമാണെന്ന് ആരും പറയില്ല. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. സിമ്മിൽ വെച്ച് വേണം ഉണ്ടാക്കാൻ. അത് മറന്നു പോവാതെ ശ്രദ്ധിക്കണം. ഇതെല്ലാം വെന്ത ഭക്ഷണം ആയതുകൊണ്ട് അതിൽ നമ്മൾ മുക്കിയ മുട്ട മാത്രമേ വേവേണ്ടതുള്ളൂ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇത് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. ഇത് ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും പറയും സൂപ്പറാണല്ലോ എന്ന്. ഇത് മറിച്ചിടുന്നത് മുട്ട ഉള്ളിലുള്ളതെല്ലാം വേവാൻ വേണ്ടിയാണ്.
കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. രാവിലത്തെ ദോശയും ചപ്പാത്തിയും അതേപടി എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു മടുപ്പായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു പുതിയ പലഹാരം ഉണ്ടാക്കി കൊടുത്ത സന്തോഷമായിരിക്കും അവർക്ക്. ഇത് ആയി എന്ന് തോന്നിയാൽ എടുത്ത് മുറിച്ച് കഴിക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചതുപോലെ. അതുകൊണ്ടാണ് ഇതിനെ അടുക്കപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.